കുടുംബവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ 3-4 ഖുതുബകളിലായി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കൾ എന്നതിനെ ഖുർആൻ എങ്ങനെ കാണുന്നു, ഖുർആന്റെ പ്രയോഗങ്ങൾ എന്താണ് എന്നതാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. മക്കളുമായി തന്നെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഖുതുബയിലും നിങ്ങളെ കേൾപ്പിക്കണമെന്ന് വിചാരിക്കുന്നത്. ഒരു കൗൺസിലിംഗ് വിദഗ്ധൻ പറഞ്ഞ കഥയാണ്. അയാളുടെ മുന്നിലേക്ക് ഒരു അച്ഛനും അമ്മയും മകളും വന്നു. അച്ഛൻ നേവി ഉദ്യോഗസ്ഥനാണ്, അമ്മ സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഒരേ ഒരു മകൾ, 16 വയസ്സുണ്ട്. 3 തവണ ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. 3-ാമത്തെ തവണ ഗുരുതരമായ പരിക്കുകളോടെ ഈ കുട്ടി രക്ഷപ്പെട്ടു. മകളെ അച്ഛനും അമ്മയും കൂടി ചേർന്നുകൊണ്ട് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. കുട്ടി കൗൺസിൽ ചെയ്യുന്ന ആളുടെ മേശപ്പുറത്ത് ഇങ്ങനെ തലകുനിഞ്ഞു കിടക്കുകയാണ്. അയാളെ ഒന്ന് ഫേസ് ചെയ്യുന്നത് പോലുമില്ല. കരഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു തുടങ്ങുകയാണ്. അമ്മ പറഞ്ഞു, എന്റെ ഭർത്താവ് വല്ലപ്പോഴുമേ ഈ നാട്ടിലേക്ക് വരാറുള്ളൂ. ഞാനുമായി നല്ല സുഖത്തിലല്ല. പലപ്പോഴും എന്റെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ എന്റെ ഈ മോളെ ഓർത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇവരുടെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു കുറവും വരുത്തിയിട്ടില്ല. അവളുടെ ഭാവി ഓർത്തുകൊണ്ട് തന്നെയാണ് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇടക്ക് കയറി അച്ഛൻ പറഞ്ഞു, ഞാൻ എന്റെ മകളെ സ്നേഹിച്ചിട്ടില്ല എന്ന് മാത്രം പറയരുത്. എന്റെ സമ്പാദ്യത്തിലെ നല്ലൊരു ശതമാനം ഞാൻ അവൾക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ആള് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ പോകും. അവൾക്ക് വേണ്ടി ഞാൻ മാസം തോറും കൃത്യമായി പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരിക്കലും ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല. ഞങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ മകളൊന്ന് അറിയണം എന്നത് മാത്രമാണ് എന്റെ ആഗ്രഹം. ഇത്രയും പറഞ്ഞത് കേട്ടപ്പോ അതുവരെയും മേശപ്പുറത്ത് കുനിഞ്ഞു കിടന്നിരുന്ന ആ കുട്ടി ചാടി എഴുന്നേറ്റു. കള്ളം, പച്ചക്കള്ളം. ഇത് പറയുന്നത് ശുദ്ധ നുണയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്റെ അച്ഛനും അമ്മയും എന്നെ സ്നേഹിച്ചിട്ടില്ല. ഇവരുടെ വഴക്കിനിടയിലെ ഒരു ഇര മാത്രമാണ് ഞാൻ. അച്ഛനെന്ന് പറഞ്ഞ ആള് നാട്ടിലേക്ക് വരുന്നത് തന്നെ അമ്മയുമായി തല്ലുണ്ടാക്കാനാണ്. എന്റെ അമ്മയിൽ നിന്ന് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും നല്ല ഒരു വർത്തമാനം കേട്ടിട്ടില്ല. അകക്കൂടി പഠിക്കൂ പഠിക്കൂ എന്നല്ലാതെ മറ്റൊരു വർത്തമാനം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാനൊരു നല്ല ഡ്രസ് ഇട്ടാൽ, നല്ലൊരു ചിത്രം വരച്ചാൽ, മോളെ ഇത് കൊള്ളാം, നന്നായിരിക്കുന്നു എന്നൊരു വാക്ക് എന്റെ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടില്ല. മാതാപിതാക്കൾ പോലും സ്നേഹിക്കാത്ത ഞാൻ എന്തിനു ജീവിക്കണം എന്ന് ചോദിച്ചിട്ട് കൊണ്ടാണ് ആ പെൺകുട്ടി അവളുടെ വർത്തമാനം അവസാനിപ്പിക്കുന്നത്. ഇത് ചെറിയ ഒരു വർത്തമാനമല്ല. ഞാൻ ഇന്നലെ കണ്ണൂരായിരുന്നു. കണ്ണൂരിൽ നിന്ന് വരുന്ന വഴി ഒരു സുഹൃത്തിനെ കാണാൻ കയറിയപ്പോൾ അയാൾ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു, അയാളുടെ ഒരു സുഹൃത്തിന്റെ മകൻ അച്ഛൻ മൊബൈൽ വാങ്ങി വെച്ചു എന്നതിന്റെ പേരിൽ അന്നത്തെ ദിവസം രാവിലെ അച്ഛൻ മൊബൈൽ വാങ്ങി വെച്ചിട്ട് പുറത്തെന്തോ സാധനം വാങ്ങിക്കാൻ പോയതാണ്. തിരിച്ചു വരുമ്പോ ഈ മകൻ തൂങ്ങി മരിച്ചു കിടക്കുക. കുട്ടികൾ അത്രയും വേഗം പ്രതികരിക്കുന്ന ഒരു കോലത്തിലേക്ക് മാറിയിട്ടുണ്ട്. ശരിക്കും മക്കളോട് നമ്മൾ പെരുമാറുന്ന രീതി എങ്ങനെയാണ്? അത് ശരിയായ രീതിയാണോ? വിശുദ്ധ ഖുർആൻ വിവാഹം കഴിക്കുന്ന വിഷയത്തിൽ പറയുമ്പോ ഒരു കാര്യം പറയുന്നുണ്ട്, ബാഅത്ത് എന്ന് പറയുന്നുണ്ട്.
ഒരു കുടുംബത്തെ എങ്ങനെയാണ് നന്നായി പോറ്റാൻ അറിയുന്ന ആളാണ് വിവാഹം കഴിക്കേണ്ടത്. ഈ ബാത്ത് എന്ന് പറഞ്ഞത് സാമ്പത്തികമായ സുസ്ഥിരയല്ല, ഒരു കുടുംബത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന അറിവാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പാരന്റിങ് എന്ന് പറയുന്നത്. മക്കളെ എങ്ങനെ വളർത്തണം, അത് നമ്മൾ അറിയേണ്ടുന്ന ഒരു കലയും ഒരു അറിവുമാണ്. നമ്മൾ വിശുദ്ധ ഖുർആന്റെ മൊത്തം നിർദ്ദേശങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കി നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ ഒരൊറ്റ പോയിന്റിലാണ് മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഖുർആൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ മക്കളോട് അവരുടെ പ്രായം അറിഞ്ഞു വേണം പെരുമാറേണ്ടത് എന്നാണ്. എല്ലാ കാലത്തും ഒരേ പെരുമാറ്റമല്ല മക്കൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്കെപ്പോഴും അവർ മക്കൾ തന്നെയായിരിക്കും. എത്ര മുതിർന്നാലും അവർ മുതിരുന്നത് നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ മക്കൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളിൽ, താല്പര്യങ്ങളിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മക്കളുടെ വളർച്ചയെ കുറിച്ച് പറയുന്നിടത്ത് 3 ഘട്ടങ്ങളുണ്ട് എന്ന് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ആധുനിക മനഃശാസ്ത്രം, കുട്ടികളുടെ മനഃശാസ്ത്രം പഠിക്കുന്നവരും പറയുന്നുണ്ട്, കുട്ടികളുടെ വളർച്ചയിൽ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് 7 വയസ്സ് വരെയുള്ള ഒരു ഘട്ടമാണ്. അപ്പോൾ നമ്മൾ അവരോട് പെരുമാറുന്ന രീതിയിലല്ല 7 മുതൽ 14 വയസ്സ് വരെയുള്ള മക്കളോട് പെരുമാറേണ്ടത്. 14 മുതൽ 21 വയസ്സ് വരെയുള്ള ഒരു ആണോ അല്ലെങ്കിൽ ഒരു പെണ്ണൊരുത്തിയോ ആകുന്നത് വരെയുള്ളതാണ് 3ാമത്തെ ഘട്ടം എന്ന് മനഃശാസ്ത്രം പറയുന്നുണ്ട്. ഇമാം ഗസാലി റസൂലിന്റെ ചില ഹദീസുകൾ ഇങ്ങനെ ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, ഈ 3 ഘട്ടത്തിലും നമ്മൾ അവരോട് പെരുമാറേണ്ടത് ഒരേ തരത്തിലല്ല. ഇതാക്കാൻ സബിയൻ ഫകുൻ സബിയൻ മഅഹു, കുട്ടിയായിരിക്കുമ്പോൾ കുട്ടിയോടുന്ന രീതിയിലാണ് അവരോട് പെരുമാറേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസന്റെയും ഹുസൈന്റെയും മുന്നിൽ ഇങ്ങനെ ഒട്ടകത്തെ പോലെ കുനിഞ്ഞു കിടന്ന് ആ മക്കള് റസൂലിന്റെ മുതുകത്തി ചാടി കയറി റസൂലിന്റെ ചെവിയെ പിടിച്ച് തിരിച്ച് ഒരു ദിവസം റസൂൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുജൂദ് എഴുന്നേക്കാൻ താമസിച്ചപ്പോൾ സഹാബികൾ ചിലർ ഇങ്ങനെ ശങ്കിച്ചു, റസൂലിന് എന്തോ പറ്റിയെന്നു. നമസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലിനോട് ചോദിക്കുന്നത്, എന്താ നിങ്ങൾ സുജൂദ് ഇത്ര ദീർഘമായി കിടന്നത്, അതാ പുള്ളാരിന്റെ പുറത്തിരിക്കരുത് എന്ന് റസൂൽ മറുപടി പറയുന്നുണ്ട്. ഇതാക്കാൻ സബിയൻ ഫകുൻ സബിയൻ മഅഹു, കുട്ടിയാണെങ്കിൽ കുട്ടിയോടുന്ന രീതിയിൽ പെരുമാറുക. വഇദാകാന ഫൗക സബഇൻ ഫകുൻ മുറബ്ബിയൻ ലഹു, അതല്ല 7 വയസ്സ് കഴിഞ്ഞാൽ അവനോട് നീ ഒരു ശിക്ഷകനെ പോലെ, ഒരു മെന്ററെ പോലെ പെരുമാറൂ. ഇദാകാന മുറാഹിഖൻ ഫകുൻ ജമീലൻ ലഹു, തന്നോളമാകുന്ന പ്രായമാകുമ്പോൾ അവനോട് കൂട്ടുകാരനോടൊപ്പം പോലെ പെരുമാറൂ എന്ന് ഇമാം ഗസാലി പറയുന്നുണ്ട്. ഇത് മനഃശാസ്ത്രത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അവർ പറയുന്നത് 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മുന്നിൽ അവരുടെ ഏറ്റവും പ്രകടമായ വികാരം ഭയമായിരിക്കും, ഫിയർ ആയിരിക്കും. നമുക്കത് മനസ്സിലാവും പെട്ടെന്ന്. നിങ്ങൾ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയാൽ അവർ നമ്മുടെ മുന്നിൽ നിന്നും വരുന്ന ഒരു രംഗമുണ്ട്. മുഖമൊക്കെ ആകൂടി അച്ഛൻ എന്തു പറയും, അല്ലെങ്കിൽ ഉമ്മ എന്തു പറയും, ബാപ്പ എന്തു പറയും എന്ന് ഭയന്ന് നിൽക്കുന്ന ഒരു മുഖം നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പുതിയ അതിഥി വന്നാൽ, അവർക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ ഇവനിങ്ങനെ അല്ലെങ്കിൽ ഇവളിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. സംസാരിക്കണോ വേണ്ടേ, അടുത്തോട്ട് പോണോ വേണ്ടേ? കാരണം അവരിൽ നിന്നൊരു അകലം, ഒരു ഭയം ഈ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകുമെന്നാണ്. ഈ ഭയമുള്ള സന്ദർഭത്തിൽ നിങ്ങൾ അവർക്ക് ആത്മവിശ്വാസം പകരൂ. അതാണ് മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടുന്ന 1ാമത്തെ കാര്യം. അവരെ ശിക്ഷിക്കാനേ പാടില്ല എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ ശിക്ഷിക്കാൻ അനുവാദം തന്നത് 10 വയസ്സിന് ശേഷം മാത്രമാണ്. അവർക്ക് ആത്മവിശ്വാസം പകരേണ്ടുന്ന, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, ഞാൻ കൂടെയുണ്ട് എന്ന് ഉമ്മയും ഉപ്പയും പറയേണ്ടുന്ന ഘട്ടമാണ് എന്ന് പഠിപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആ പ്രായത്തിൽ ആ കുട്ടികൾ ചെയ്യുന്നതിന് അവൻ്റെതായ ഒരു ന്യായം ഉണ്ടാവും. നമുക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അവനെന്തോ നന്മ ഉപയോഗിച്ച് പാപ്പ ഒരു പുതിയ കാറ് വാങ്ങിക്കൊണ്ടുവന്നു.
പുതിയ കാറാണ് വാങ്ങി വീട്ടിൽ കൊണ്ടിട്ട് കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ വാപ്പ നോക്കുമ്പോ ഈ ചെറിയ മോൻ ആ കാറിന്റെ പുറത്ത് കല്ല് വെച്ചിങ്ങനെ എന്തോന്ന് എഴുതുന്നു. പുതിയ കാറിന്റെ പെയിന്റ് കളയുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യം എത്രയാന്ന് വാപ്പ ഊട്ടി വന്നിട്ട് കണ്ട് വഴക്കും പറഞ്ഞ് അവന്റെ കൈക്കൊരു അടിയും കൊടുത്തു. കൈക്കടി കൊടുത്ത് അടി ഇത്തിരി കൂടിപ്പോയി. കൈയുടെ ഒരു വിരലിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്ന ഉള്ളമായി. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം ചെയ്ത് പ്രയാസപ്പെട്ട് അയാൾക്ക് ആകെ സങ്കടമായി. മകന്റെ കൈയാണ് ഒടിഞ്ഞത്. തിരിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോ എന്താണ് ഈ മകൻ അവിടെ ചെയ്തത് എന്ന് നോക്കുമ്പോ ആ മകൻ അവിടെ എഴുതിയിരിക്കുകയാണ്, ഐ ലവ് മൈ പപ്പ. അതാണ് ആ കുട്ടി എഴുതിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്റെ പപ്പയെ ജീവനാണെന്നാണ് ആ കുട്ടി കാറിന്റെ പുറത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അവൻ ചെയ്യുന്നതിന് അവന്റേതായ ഒരു ന്യായമുണ്ട്. അവൻ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി ബോധ്യമില്ലാത്തൊരു കാലമാണ്. അതുകൊണ്ടാണ് ഇമാം ഗസാലി പറഞ്ഞത് ഫക്കുൻ സബിയ്യം മഅഹു. അവന്റെ മനസ്സിനെ നിങ്ങൾ മനസ്സിലാക്കുക. അവന് ഭയത്തിന് പകരം ആത്മവിശ്വാസം പകരേണ്ടുന്ന, അവന് സുരക്ഷ ഒരുക്കേണ്ടുന്ന ഘട്ടമാണ് എന്ന് പഠിപ്പിക്കുന്നു. മക്കളുടെ ജീവിതത്തിലെ 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 7 മുതൽ 14 വയസ്സ് വരെയുള്ള ഘട്ടം എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ഇത് തന്നെയാണ് ഇമാം ഗസാലിയും പറയുന്നത്. മക്കൾക്ക് ഏറ്റവും കൂടുതൽ ശിക്ഷണങ്ങൾ നൽകേണ്ടുന്ന കാലമാണ്. മക്കളുടെ ഈ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരിൽ മുന്തി നിൽക്കുന്ന വികാരം റിയാക്ഷൻ. എന്ത് പറഞ്ഞാലും പ്രതികരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. 7 മുതൽ 7, 8, 9, 10 വയസ്സുള്ള കുട്ടികളുടെ പ്രത്യേകത ഉണ്ടാവും. എന്റെ വീട്ടിൽ തന്നെ എനിക്കറിയാം. എന്റെ അവനോട് വിളിച്ചിട്ട് നീ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞ ഉടനെ അവൻ പറയും ഇക്കാനോട് പറഞ്ഞാൽ എന്താ, ഇക്കാനോട് പറഞ്ഞാൽ എന്താ. വീട്ടിലൊരു ക്രമമുണ്ട്. ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ ഓരോ ദിവസവും ഭക്ഷണത്തിന് ടേബിൾ വൃത്തിയാക്കേണ്ടത് ഓരോരുത്തരും തീരുമാനിക്കുന്നത്. അറിയാതെങ്ങാനും നമ്മൾ ആളെ മാറി പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച ഞാൻ വൃത്തിയാക്കിയത്, ഇന്ന് എന്റെ ഊഴമല്ല എന്ന് ഒരു ഉടനെ പ്രതികരിക്കും. ഏറ്റവും കൂടുതൽ പ്രതികരിക്കാൻ മനസ്സുള്ള ഒരു ഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുട്ടികളോട് ശിക്ഷണങ്ങൾ നൽകേണ്ടുന്ന കാലമാണ്. മുറു ഔലാദക്കും വഹും അബ്നാഉ സബ്ഇൻ. മക്കൾ 7 വയസ്സ് പൂർത്തിയായാൽ നിങ്ങൾ അവരോട് നമസ്കാരത്തെ കുറിച്ച് പറയുക എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. വഫരിഖുഹും ഫിൽ മളാജി വഹും അബ്നാഉ 10. 10 വയസ്സാകുമ്പോഴേക്കും അവരെ കിടപ്പറയിൽ മാറ്റി കിടത്താൻ ശീലിപ്പിക്കുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഘട്ടം, അപ്പോഴാണ് നിങ്ങൾ അവർക്ക് ശിക്ഷണശീലങ്ങൾ നൽകേണ്ടത് എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായ ഉദാഹരണം ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉദാഹരണം. അദ്ദേഹം തന്റെ മകനെ വിളിച്ചു പറയുന്ന ഒരു ഭാഗം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ലുഖ്മാനിൽ, സമയം കിട്ടുമെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അതിന്റെ 2ാമത്തെ പേജ്, സൂറത്ത് ലുഖ്മാൻ 2ാമത്തെ പേജ്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅലുഹു. ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിക്കുന്ന സന്ദർഭം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ കുറച്ച് കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ കൃത്യമായ ക്രമത്തിൽ എന്താണ് ഈ 7 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഞാൻ എന്റെ മക്കളോട് പകർന്നു കൊടുക്കേണ്ടുന്ന ശിക്ഷണശീലങ്ങൾ എന്ന് ഖുർആൻ എണ്ണി പറയാണ്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅലുഹു യാ ബുനിയ്യ ലാ തുശ്രിക് ബില്ലാഹി ഇന്നശ്ശിർക ലദുൽമുൻ അളീം. ആദ്യമായിട്ട് കുട്ടിക്ക് പകർന്നു കൊടുക്കേണ്ട വിവരം അള്ളാഹിനെ കുറിച്ചുള്ള വിവരമാണ്. അവനോട് പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ കഴിവുകളെ കുറിച്ച്, റബ്ബിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഫൈദാ ബലഗ അസ്സബിയു ഫഅവ്വലു വാജിബിൻ തഅല്ലം കലിമത്തു ഷഹാദ എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഒരു കുട്ടി പ്രായപൂർത്തിയാകാൻ നിൽക്കുമ്പോൾ അവനോട് ഏറ്റവും ആദ്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഷഹാദത്തിനെ കുറിച്ചാണ്, ഷഹാദത്ത് കലിമയെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം അള്ളാഹിനെ കുറിച്ച് പറയണം. 2ാമത് എന്ത് ചെയ്യണം? ലുഖ്മാൻ പറയണം, വവസ്സൈനൽ ഇൻസാന ബിവാലിദിഹി ഹുസ്നൻ. 2ാമത് മക്കളോട് കൊടുക്കേണ്ട ഉപദേശം മാതാപിതാക്കളോടുള്ള അവരുടെ പെരുമാറ്റത്തെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് ഉപ്പയോടും ഉമ്മയോടും പെരുമാറേണ്ടത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. 3ാമത്തേത് യാ ബുനയ്യ ഇന്നഹാ ഇൻ തക് മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. മോനെ, നമ്മൾ എന്ത് ചെയ്താലും പരലോകത്ത് അതിന് നമ്മൾ മറുപടി പറയണം. പരലോകത്തെ കുറിച്ചുള്ള ബോധ്യമാണ് മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് എന്ന് ഖുർആൻ പറയുന്നു. അതെത്ര വലുതാണെങ്കിലും, അതല്ല ആറ്റത്തെക്കാൾ എത്ര ചെറുതാണെങ്കിലും യഅതി ബിഹല്ലാഹ്, അത് നാളെ പടച്ചതമ്പുരാന്റെ മുന്നിൽ വരും. നമ്മൾ അതിന് സമാധാനം പറയേണ്ടി വരും എന്ന് മക്കളെ പഠിപ്പിക്കണം എന്നാണ്.
നാലാമത് ലുഖ്മാൻ നടത്തുന്ന നിർദ്ദേശം ഉപദേശം ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്ത് എങ്ങനെയാണ്? നിങ്ങൾ നമസ്കാരത്തെക്കുറിച്ച് അവനോട് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. റസൂൽ പറഞ്ഞു, നമസ്കാരം ആരാധനാ കർമ്മങ്ങൾ ശീലിപ്പിക്കേണ്ടുന്ന പ്രായമാണ്. അതിനു മുമ്പ് കുട്ടികൾ നമ്മളെ കണ്ട് അനുകരിക്കും, പല കാര്യങ്ങളും ചെയ്യും. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവർ വന്ന് നിസ്കരിക്കും, ചിലപ്പോൾ അവർ കൈ കെട്ടും, അവര് സുജൂദ് ചെയ്യുന്ന കോലൊക്കെ കണ്ട് നമുക്ക് രസം തോന്നും. 7-ാമത്തെ വയസ്സ് മുതൽ എങ്ങനെയാണ് കൃത്യമായി നമസ്കരിക്കേണ്ടത്, നോമ്പെടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുക. സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ നോമ്പെടുക്കുക എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ചെറിയ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ നോമ്പെടുപ്പിക്കും. ആദ്യമൊക്കെ അവർക്ക് നോമ്പെടുക്കാൻ ചില പ്രയാസങ്ങളൊക്കെ തോന്നും. വിശപ്പൊക്കെ വരുമ്പോൾ അവർ വിട്ടോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മങ്ങൾ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി, അവന് പറ്റുന്ന കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ട് അവനെ കൊണ്ട് നോമ്പെടുപ്പിക്കുമായിരുന്നു എന്ന് ഞങ്ങൾ അവനെ കൊണ്ട് നോമ്പെടുപ്പിക്കുമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. 5-ാമത്തത് ഖുർആൻ പറയുന്നത് വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ. മക്കളോട് എന്താണ് നല്ലത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന പ്രായമാണത്. ശരീരത്തുകളെ കുറിച്ചുള്ള ബോധ്യം. നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വേണ്ടുന്ന ഭൗതികമായ അവകാശങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം അവരോട് ഹലാൽ ഹറാമുകൾ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന പ്രായമാണെന്ന് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനും ഹുസൈനും കൊണ്ട് റസൂൽ അടുത്ത് നിൽക്കുമ്പോൾ സക്കാത്തിന്റെ മുതൽ കൊണ്ട് ഇറക്കണം. അപ്പൊ സക്കാത്തിന്റെ ഈത്തപ്പഴമാണ് സക്കാത്തായി വരുന്നത്. അപ്പൊ അതിലൊരു കുട്ടി എടുത്തിട്ട് ഈത്തപ്പഴം എടുത്ത് വായിലിടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കുട്ടിയുടെ വായിൽ കൈയിട്ടിട്ട് ആ ഈത്തപ്പഴം എടുത്ത് വെച്ച് തുടങ്ങി. മോനെ, ഇത് നമ്മൾ തിന്നാൻ പറ്റില്ല. ഇന്നഹാ ലാ തഹില്ലു ലി അഹ്ലി മുഹമ്മദ്. ആ ചെറിയ കുട്ടിയോട് പറയാണ്, മോനെ ഇത് നമുക്ക് പറ്റുന്നതല്ല, നമുക്ക് വേണമെങ്കിൽ വാപ്പ വേറെ വാങ്ങിച്ചു തരാം, ഉപ്പാപ്പ വേറെ വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ വേറെ വീട്ടിലുണ്ട് അത് തരാം. ഇന്നഹാ ലാ തഹില്ലു ലി അഹ്ലി മുഹമ്മദിൻ, ഇത് മുഹമ്മദിന്റെ കുടുംബത്തിന് പറ്റുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ തിരുത്തുന്ന റസൂലിനെ നമ്മൾ കാണാൻ കഴിയും. ലുഖ്മാൻ തന്റെ മക്കളോട് നൽകുന്ന വസിയത്തിൽ ഒരു പ്രധാനപ്പെട്ട വസിയത്ത് എന്താ വെച്ചാൽ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിങ്ങൾ ഈ പറയുന്ന 2-ാമത്തെ ഘട്ടത്തിൽ കുട്ടികളോട് ജീവിതം എപ്പോഴും ഒരേപോലെ അല്ലെന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും അതിനെ അഭിമുഖീകരിക്കാൻ പഠിപ്പിക്കണമെന്നും പഠിപ്പിക്കണം. വസ്ബിർ അലാ മാ അസാബക. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഈ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണം 8 ആണ്. ഇവിടെ പ്രായത്തിൽ നമുക്ക് 11 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സൊക്കെയാണ് ഇവിടെ പ്രായം. അതിൽ 2 കേസ് ഒന്ന് ഞാൻ നേരിട്ട് കണ്ടൊരു കേസാണ്. 2 കേസ് മൊബൈലുമായി ബന്ധപ്പെട്ടതാണ്. അമ്മ വഴക്ക് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു കഴിവില്ല. പഴയ കാലത്തെ കുട്ടികൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും നമുക്കറിയാം. നിങ്ങൾ ആലോചിക്കുക, നമ്മളൊരു കടയിൽ ഒരു സാധനം വാങ്ങിക്കാൻ കുട്ടിയെ വിട്ടാൽ പണ്ട് നമ്മൾ ചെന്ന് കടയിൽ ചെല്ലും, ഇവിടെ ഇല്ലെങ്കിൽ അടുത്ത കടയിൽ ചെന്ന് അവിടുന്ന് വാങ്ങിക്കണം എന്നൊക്കെ നമുക്കൊരു എന്തോ ഒരു പരിചയമുണ്ട്, സംസാരിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കടയിൽ ചെന്നിട്ട് ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ അവരങ്ങനെ തിരിച്ചു വരും. തൊട്ടപ്പുറത്തെ കടയിലുണ്ടെങ്കിൽ അത് നമ്മൾ 2ാമത് പറഞ്ഞു കൊടുക്കണം. ആ കടയില്ലെങ്കിൽ അപ്പുറത്തെ കടയിൽ പോകണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. ഒരു സാഹചര്യത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഒരു സന്ദർഭത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന വിവരമില്ല. അപ്പൊ ലുഖ്മാൻ പറയാണ്, ലുഖ്മാൻ മകനോട് പറയാണ്, വസ്ബിർ അലാ മാ അസാബക. നിനക്ക് സംഭവിക്കുന്ന വിഷയങ്ങളിൽ നിനക്കൊരു നിലപാടുണ്ടാവണം. മാർക്ക് കുറഞ്ഞതിന് പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. നമ്മളെ കണ്ടെത്തിയ പരിഹാരം എന്താ? മക്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് മക്കളുടെ മാർക്ക് കുറയ്ക്കാതിരിക്കാൻ പൊട്ടത്തെറ്റെഴുതിയാലും മാർക്ക് കൊടുക്കണമെന്ന സിസ്റ്റമാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെയല്ല നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ കുട്ടികൾക്കൊരു അഭിമുഖീകരിക്കേണ്ട കഴിവ് വേണം. എന്റെ ഉപ്പ എന്നെ ചീത്ത പറഞ്ഞാൽ, എന്റെ ഉമ്മ എന്നെ വഴക്ക് പറഞ്ഞാൽ, സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ 2 വഴക്ക് പറഞ്ഞാൽ അതോടുകൂടി എന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടതാണെന്ന് ഈ കുട്ടി തീരുമാനിക്കുന്നത് നേരത്തെ ഈ പറഞ്ഞ ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ലുഖ്മാൻ പറയുന്നത് വസ്ബിർ അലാ മാ അസാബക. മോനെ അങ്ങനല്ല കേട്ടോ, സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം നിനക്ക് ഉണ്ടാവണം. നമ്മുടെ ജീവിതം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. എപ്പോഴും നീ പഠിക്കുമ്പോൾ എപ്പോഴും കിട്ടുന്ന മാർക്കെല്ലാം ഇപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മളോട് ആളുകൾ പെരുമാറിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ടീച്ചർ വഴക്ക് പറയും. വഴക്ക് പറയുമ്പോൾ അതോടുകൂടി തീരേണ്ടതല്ല നമ്മുടെ ജീവിതം. വാപ്പ വഴക്ക് പറഞ്ഞാൽ തീരേണ്ടതല്ല നമ്മുടെ ജീവിതം. ഒരു മൊബൈൽ മാറ്റിയെടുത്ത് വെച്ചാൽ അതോടുകൂടി ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല. നിങ്ങൾ ജീവിതത്തെക്കുറിച്ചുള്ള
അതിന്റെ കയറ്റിറക്കങ്ങളെ സംബന്ധിച്ചു മക്കളോട് പറഞ്ഞു കൊടുക്കണം എന്നതാണ് ഏഴാമതായി അദ്ദേഹം നൽകുന്ന ആറാമതായി നൽകുന്ന നിർദ്ദേശം. ഏഴാമതായി ലുഖ്മാൻ തന്റെ മകനോട് നൽകുന്ന നിർദ്ദേശം കൂടാൻ വിശദീകരിക്കുന്നുണ്ട്. വലാ തുസഗ്ഹിർ ഖദ്ദക ലിന്നാസ്, നിങ്ങൾ ജനങ്ങളുടെ മുഖത്ത് നിന്ന് മുഖം തിരിച്ചു കഴിയരുത്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഒരു പ്രത്യേകത അറിയോ, ഈ സോഷ്യൽ മീഡിയകളിൽ മനുഷ്യന്മാരിങ്ങനെ കൂടെ നിൽക്കുമ്പോൾ വെച്ചാൽ ആളുകളോടുള്ള സമ്പർക്കം കുറഞ്ഞു പോയിട്ടുണ്ട്. കുട്ടികൾക്ക് വൈകുന്നേരം ആയാലും കളിക്കാൻ പോകണമെന്ന് വലിയ വാശിയൊന്നുമില്ല. അവന്റെ കയ്യിൽ ഒരു മൊബൈൽ എടുത്തു കൊടുത്തോളൂ, അവൻ അതും കൊണ്ടിരുന്നുള്ളൂ. റീൽസ് നോക്കി മൊബൈൽ നോക്കി. ആളുകളോട് കളിക്കണം, കളിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതൊന്നും ഓരെ സംബന്ധിച്ചിടത്തുള്ളൊരു വിഷയമല്ല. അപ്പോ ലുഖ്മാൻ മകനോട് പറയാൻ, വലാ തുസഗ്ഹിർ ഖദ്ദക ലിന്നാസ്, നീ ആളുകളിൽ നിന്ന് പിന്തിരിഞ്ഞു നടക്കുന്നവരാകരുത്, ജനങ്ങളോട് ഇടപഴകണം. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ കൊണ്ടുപോകുമ്പോ, പള്ളിയിൽ പോകുമ്പോ, ഇത് വാപ്പാട് ഇന്ന ആള്, ഇന്ന സുഹൃത്ത്, ഇത് അയാളുടെ മകൻ, ആളുകളോട് ബന്ധപ്പെടാനും പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരവസ്ഥ. വലാ തുസഗ്ഹിർ ഖദ്ദക ലിന്നാസ്, നീ നിന്റെ കവിൾത്തടം തിരിച്ചു നടന്നു കളയരുത്, ആളുകളോട് ഇടപഴകാനും നീ പഠിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഈ 7 മുതൽ 14 വയസ്സിന്റെ ഒരു പ്രത്യേകത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ അവരുടെ ജെൻഡർ തിരിച്ചറിയുന്ന സമയമാണെന്നാണ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ അവരുടെ ലിംഗം. കുട്ടിക്ക് ശരിക്കും ഞാൻ ആണാണെന്നും ആണ് എന്ന് പറയുന്നത് പെണ്ണിൽ നിന്ന് വ്യത്യസ്തമാണെന്നും, അല്ലെങ്കിൽ പെൺകുട്ടി ഞാനൊരു പെണ്ണാണെന്നും അതിലെനിക്ക് വ്യത്യസ്തതയുണ്ടെന്ന് അവർക്ക് തിരിച്ചറിയുന്ന ഏറ്റവും കൃത്യമായി ബോധ്യപ്പെടുന്ന സമയം. അതുകൊണ്ടായിരിക്കും റസൂലുള്ളാഹി പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ, നിങ്ങൾ ആ പ്രായമെത്തിയാൽ, 10 വയസ്സെത്തിയാൽ മക്കളെ ഒരു പുതപ്പിന് കീഴിൽ കിടത്താൻ പാടില്ല. കൃത്യമായ നിർദ്ദേശം. മക്കളെ കിടത്താൻ പാടില്ലെങ്കിൽ നമ്മുടെ മക്കളെ മറ്റൊരാളുടെ കൂടെ കിടത്താനും പാടില്ല. നിങ്ങൾക്കറിയാം, ഈ ജുവനൈൽ ഹോമിൽ വരുന്ന കുറ്റകൃത്യങ്ങളിൽ നല്ലൊരു ശതമാനം കുറ്റകൃത്യങ്ങളും വീഡിയോഫീലിക്കായ ആളുകളുടെ പീഡനം കൊണ്ട് ഈ കുട്ടി കുറ്റവാളിയായി മാറുന്നതാണ്. നമ്മുടെ മക്കൾ ആണായാലും പെണ്ണായാലും നമുക്കത് മക്കൾ തന്നെയായിരിക്കും. അതേസമയം എല്ലാവരും നമ്മൾ നോക്കുന്ന കണ്ണോടുകൂടിയല്ല നമ്മുടെ മക്കളെ നോക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കുട്ടികൾക്ക് അവരുടെ ലിംഗബോധം ഉണരുന്ന ഘട്ടത്തിൽ അവരെ നിങ്ങൾ ഒരു പുതപ്പിന് കീഴിൽ കിടക്കാൻ അനുവദിക്കരുത്. അവർക്ക് അവരുടേതായ ബെഡ് സ്പേസുകൾ നിങ്ങൾ വിട്ടുകൊടുക്കണം. ഒരു പുതപ്പിന് കിടക്കുമ്പോൾ ആണായാലും പെണ്ണായാലും അവർക്ക് അത്തരം വികാരങ്ങൾ ഉണ്ടാവുന്ന, മനുഷ്യന്റെ ലൈംഗികമായ ആഗ്രഹങ്ങൾ ഉണർന്നു വരുന്ന ഒരു ഘട്ടമാണ്. അതിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആളുകളോട് എങ്ങനെയാ പെരുമാറേണ്ടെന്ന് പഠിപ്പിക്കേണ്ടതാണ്. ആൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം, പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നത്. തൊട്ടടുത്തായതാണ് ലുഖ്മാൻ തൊട്ടടുത്ത് പറയുന്നതാണ്, വലാ തംശി ഫിൽ അർളി മറഹൻ, നീ തോന്നിയാസല്ല ഭൂമിയിൽ നടക്കേണ്ടത്. നിന്റെ നടത്തത്തിന്റെ ഒരു രീതി ഉണ്ടാവണം. ആൺകുട്ടി നടക്കുമ്പോഴും ആളുകളോട് ഇടപഴകുമ്പോഴും എനിക്ക് ഹറാമായ, എനിക്ക് ഹലാലല്ലാത്ത ആളുകളോട്, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ഞാൻ ഇടപഴകുമ്പോൾ ആ ഉപചാരങ്ങൾ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മൾ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഒരു മിക്സഡ് ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളാണ് നമ്മൾ ബഹുഭൂരിപക്ഷവും. എന്നല്ല, അങ്ങനെ ഒരു ക്യാമ്പസ് വേണം. ലിംഗഭേദം ഉണ്ടാവാൻ പാടില്ല. ഈവൻ വാഷ്റൂമിൽ പോലും ജെൻസ് എന്നോ ലേഡീസ് എന്നോ എഴുതരുത് എന്ന് പറയുന്ന ന്യൂട്രൽ ബാത്റൂമുകൾ വേണമെന്ന് ഭൗതികർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം. നമ്മൾ വിചാരിക്കും ഭയങ്കര സ്വാതന്ത്ര്യ സങ്കല്പം. നല്ല, ഇത് മനുഷ്യനെ എങ്ങനെ ഇല്ലാതാക്കാം, കുടുംബം എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന ഉണ്ടായതാണ് അതൊക്കെ. നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മൾ ഇടപഴകുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്. ആളുകളോട് മുതിർന്നവരോട് പെരുമാറുമ്പോൾ, ചെറിയവരോട് പെരുമാറുമ്പോൾ, നിന്റേതല്ലാത്ത എതിർലിംഗത്തിൽപ്പെട്ട ആളുകളോട് പെരുമാറുമ്പോൾ, എന്നിട്ട് നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ മിക്സഡ് ബാത്റൂമിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പൊ സ്കൂളിൽ നടക്കുന്ന ഒരു ക്യാമ്പ് നിങ്ങൾക്കറിയോ? നമ്മുടെ സ്കൂളുകളിൽ ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, ഇത് ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 4ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരാൾ നിങ്ങളുടെ ശരീരത്തെ സ്പർശിക്കുമ്പോൾ എന്താണ് ഗുഡ് ടച്ച്? അയാൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിച്ചാൽ അത് ബാഡ് ടച്ച്. അതാരാണെങ്കിലും, അച്ഛനോ അമ്മയും അല്ലാത്ത, ഇന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരുന്ന ഗതികല്ല നമ്മളുള്ളത്. ഇത് നേരത്തെ തന്നെ റസൂൽ പറഞ്ഞതാണ്. നിങ്ങൾ തോന്നിയാസമല്ല നടക്കേണ്ടത്. വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമാണ് ഈ പറയുന്നത്. ലുഖ്മാൻ നടത്തിയ നിർദ്ദേശങ്ങൾ, വലാ തംശി ഫിൽ അർളി മർഹൻ,
ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. പടച്ചവന് ഇതൊന്നും ഇഷ്ടമല്ല. നിങ്ങൾ ആളുകളോട് അവരനുസരിച്ച് പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഭക്ഷണ മര്യാദകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ താമസിക്കുന്ന ആളാണ് ഉമർ ബിൻ അബീ സലമ എന്ന് പറയുന്ന സഹാബി. ഞാൻ പറയാണ്, ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ കൈ ഇങ്ങനെ പരന്നു പോകും. അപ്പൊ റസൂൽ എന്റെ അടുത്ത് വന്നിട്ടിരിക്കും. എന്നിട്ട് പറയും ഉദ്ദുലു ഇലൈ, മുനേബ, എന്റെ അടുത്ത് ഇങ്ങനെ ചേർന്നിരിക്കാൻ പറയും. ചേർന്നിരിക്കാൻ പറഞ്ഞിട്ട് യാ ഗുലാം, അവനെ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സമ്മില്ല, ഈ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ബിസ്മില്ല എന്ന് പറയണം. വക്കുൽ ബി യമീനിക്, നീ വലതു കൊണ്ട് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം. എന്നിട്ട് വീണ്ടും പറഞ്ഞു വക്കുൽ മിമ്മ യലീക്, ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ നല്ല എടുക്കേണ്ടത് നിന്റെ വായോട് എടുത്ത് നിൽക്കുന്ന ഭാഗത്ത്, നിന്റെ പാത്രത്തിൽ നിന്നോട് എടുത്ത് നിൽക്കുന്ന ഭാഗത്ത് നീ കഴിച്ചു തുടങ്ങണം. എന്നിട്ട് ഈ സഹാബി പറയാണ് ഫമാസാലത്തിൽ അങ്ങനെ റസൂൽ ശീലിപ്പിച്ചത് കൊണ്ട് ഇന്നും ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ കാര്യങ്ങൾ പാലിക്കുമെന്ന് ഉമർ ബിൻ അബീ സലമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെ ഭക്ഷണം കഴിക്കണം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വസ്ത്രം എന്ന് പറയുന്നത്. നമ്മളെ വിചാരിക്കും ചെറിയ കുട്ടികളല്ലേ എന്നാണ്. നിങ്ങൾ എന്താണോ ശീലിപ്പിക്കുന്നത് അതേ മുതിരുമ്പോഴുള്ളൂ. ഇസ്ലാമില് ആണുങ്ങൾക്ക് സ്വർണ്ണാഭരണം ധരിക്കാൻ പാടില്ല. അതെപ്പോഴാണ് ബാധമാകുക? ശരിക്കും ബാധമാകുക അയാൾ പ്രായപൂർത്തിയാകുമ്പോഴാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ചെറിയ ആൺകുട്ടിയുണ്ട്, ഞാൻ അവന് സ്വർണ്ണാഭരണം ഇട്ടിട്ടോ എന്ന് ചോദിച്ചു. അതിന് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, പ്രശ്നമുണ്ടോ എന്നുള്ളത് ആ കുട്ടി മുക്കല്ലഫാകുമ്പോഴേ ഉള്ളൂ, പക്ഷെ ഞാൻ അതൊരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഇയാൾ ചോദിച്ചാൽ എന്താ, ചെറിയ കുട്ടിക്ക് സ്വർണ്ണാഭരണം ഇട്ട് കൊടുത്താൽ എന്താ ആൺകുട്ടിക്ക്? അപ്പോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാം, മോനെ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ എന്താണോ ശീലിപ്പിച്ചത് അത് മാറ്റാൻ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവും. നമ്മളിപ്പോ ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കുറച്ചൊക്കെ മുതിർന്ന ചിലപ്പോ ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ സ്ലീവ്ലെസ് ഫ്രോക്കുകൾ ഇട്ടുണ്ടാക്കും, അല്ലെങ്കിൽ അവരുടെ തൊടയുടെ ഭാഗം വരെ വരുന്ന ഫ്രോക്ക് ഇട്ടുണ്ടാക്കും. വളരെ ഈ കുട്ടിയല്ലെന്ന് വിചാരിക്കും. ശരിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എപ്പോഴാണ് നമ്മുടെ മക്കൾക്ക് എങ്ങനെയുള്ള ഡ്രസ്സാ ധരിപ്പിക്കേണ്ടത് പറഞ്ഞു കൊടുക്കുന്നത്? ഇവർ മുതിർന്നിട്ടാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇവർ മുതിർന്ന തല മറക്കുവോ? ഇവർ മറക്കൂല. ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെ ശീലിപ്പിച്ചാലും ആ ശീലത്തിലെ കുട്ടികൾ വളരുള്ളൂ. നമ്മൾ പറയാറുണ്ടല്ലോ, കതിരെ കൊണ്ട് വളം വെക്കരുത്. ഇത് എപ്പോ പകർന്നു കൊടുക്കണം. അപ്പൊ ഇമാം ഷാഫി പറയാണ് ആ മനുഷ്യനോട്, അവനെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെയ്തു കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ നീ അവന്റെ അടുത്ത് നിന്ന് ഇത് ഊരി മാറ്റാൻ പ്രയാസപ്പെടും. കുട്ടികൾ ഒരു 7 വയസ്സ് മുതലൊക്കെ ആകുമ്പോഴൊക്കെ അവരുടെ ഡ്രസ്സിങ്ങിലൊക്കെ വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധ പാലിക്കണം. അത് അവരോട് പറയപ്പെട്ടിട്ടുള്ള അവറത്തുകൾ പറഞ്ഞിട്ടുള്ളതാണോ? അത് നിർബന്ധമാണോ, ഫറളാണോ, കുട്ടി പ്രായപൂർത്തിയായിട്ടില്ലോ എന്നൊന്നും അങ്ങനെ ചോദ്യത്തിന്റെ പ്രസക്തിയില്ല. നമ്മൾ എങ്ങനെയാണോ അവരെ വളർത്തുന്നത് ആ വളർത്തുന്ന ഘടനയിൽ അവർ മുതിരുമ്പോഴും ഉണ്ടാകൂ. അതുകൊണ്ടാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറയുന്ന കൂട്ടത്തിൽ പറയുന്നത്, നീ തോന്നിയാസം നടക്കുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നിന്റെ നടത്തം, നിന്റെ ഭക്ഷണക്രമം, നിന്റെ വസ്ത്രധാരണം, ഇതിനൊക്കെ ചില മര്യാദകളുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഞാൻ എന്റെ നേർക്കുനേരുള്ള അനുഭവമാണ്. ഞാൻ സാമാന്യം വലിപ്പം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി, അവളിപ്പോ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പൊ ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് കണ്ട് അവള് തലയിൽ മറച്ചിട്ടില്ല, മുടിയൊക്കെ ദീർഘമായി നീണ്ടിരിക്കുന്നു. ആ ഡ്രസ്സും വളരെ എനിക്ക് തോന്നിയില്ല, ബോറായ ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നി. വലിയ സുഹൃത്താണെന്ന് വിചാരിച്ചിട്ട് ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു, മോനെ അവളുടെ ഡ്രസ്സുകളൊന്ന് ശ്രദ്ധിക്കണം, കുറച്ചും കൂടെ ഒരു അശ്ര സാധന പറയുന്നത്. അവൾക്ക് ഇത്ര വയസ്സായിട്ടുള്ളൂ, 11 വയസ്സായിട്ടുള്ളൂ. ശരി, ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് വയസ്സിലാണ് അവളുടെ ഡ്രസ്സ് മാറ്റാൻ പറയാൻ പോകണം? ആ പറയുന്ന പ്രൈസിൽ ഇവള് കേൾക്കും, നിൽക്കുന്ന ഉറപ്പും. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ കണ്ണുകൊണ്ട് നോക്കുന്നത്. ഞാൻ പറഞ്ഞു, ശരി, എനിക്ക് നിങ്ങളുടെ മകളെ കുറിച്ച് ആ കണ്ണില്ല എന്ന് വിചാരിക്കാം, പാപ്പക്കും ഉമ്മക്കും ഇല്ല. പക്ഷെ ഈ പുറത്തിറങ്ങി പോകുന്ന എല്ലാവരും മക്കളെ അതേ കണ്ണിലാണോ കാണുന്നത്? ആണോ കാണുന്നത്? മക്കൾ നമുക്ക് മാത്രമേ മക്കളാകൂ. മറ്റൊരുത്തിന്റെയും കണ്ണിൽ അവർ മക്കളല്ല. അവരൊരു പെണ്ണുടലും ആണുടലുമാകുന്നു. അവരൊരു പെൺ ശരീരവും ആൺ ശരീരവുമാകുന്നു. ഈ തിരിച്ചറിവ് നമുക്കാ ഉണ്ടാകുന്നുണ്ട്, മാതാപിതാക്കൾക്ക് ആദ്യം ഉണ്ടാകുന്നുണ്ട്. എനിക്ക് അവൾ മകളാകുന്നുള്ളൂ, എനിക്ക് അവൾ മകനാകുന്നുള്ളൂ, എനിക്ക് അതെന്റെ സഹോദരനോ സഹോദരിയാകുന്നുള്ളൂ. മറ്റുള്ളവർക്ക് അതൊരു ആൺ ശരീരവും പെൺ ശരീരവും മാത്രമാണെന്ന ബോധ്യം മാതാപിതാക്കൾക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അത് പരിഗണിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ അവസാനത്തെ ആയത്തെ അവസരിക്കുന്നത് സൗണ്ട്, ശബ്ദ നിയന്ത്രണത്തെ കുറിച്ച്
ആളുകളോട് എങ്ങനെ സംസാരിക്കണം എന്നതിനെ കുറിച്ച് ലുഖ്മാൻ അവസാനിപ്പിക്കുന്ന അദ്ദേഹത്തിന് അവസാനത്തെ നിർദ്ദേശമാണ് വലാ തംശി ഫിൽ അർളി മറഹൻ, നീ ഭൂമിയിൽ തോന്നിയാസം നടക്കരുത്. വഖ്സിദി ഫി മശീഖ്, നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കണം. വഗ്ളുദ് മിൻ സൗതിക്, സൗണ്ടൊക്കെ നിയന്ത്രിക്കണം. മോനെ നീ പ്രായമായി, നീ നിന്റെ സൗണ്ടൊക്കെ നിയന്ത്രിക്കേണ്ടുന്ന, ആളുകളോട് പെരുമാറുമ്പോൾ ശബ്ദം നിയന്ത്രിക്കേണ്ടുന്ന കാലമാണ് എന്നവരോട് പകർന്നു കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ എങ്ങനെ ശിക്ഷണശീലങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്നിടത്തും ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മക്കളോട് പലപ്പോഴും അരുത്, ചെയ്യരുത്, ചെയ്യരുത്, അരുത് എന്ന് വേണ്ടതേ ഇല്ല. അരുതെന്ന് പറയാമെങ്കിൽ പറയേണ്ട ചില സന്ദർഭങ്ങളുടെ ഞാൻ പറയാം. മക്കളോട് എങ്ങനെ ശിക്ഷണശീലം ഉണ്ടാക്കണമെന്ന് ഉപയോഗിക്കുമ്പോൾ പറയുന്ന ഒന്നാമത്തെ മറുപടി അവരുടെ പോസിറ്റീവുകൾ പറയുക എന്നാണ്. ഒരു പാരന്റിങ് ക്ലാസ്സിൽ മാതാപിതാക്കളെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഓരോ വൈറ്റ് പേപ്പർ കൊടുക്കും. ആ വൈറ്റ് പേപ്പറിന്റെ നടുവിൽ ഒരു ചെറിയ കറുത്ത പുള്ളിയുണ്ട്. എന്നിട്ട് ഈ പേപ്പറിനെ കുറിച്ച് കുറച്ച് വാചകങ്ങൾ എഴുതൂ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ മാതാപിതാക്കളൊക്കെ എല്ലാവരും എഴുതിയതിൽ 99% പേര് എഴുതിയത് ഈ വൈറ്റ് പേപ്പറിലുള്ള ആ കറുത്ത പുള്ളിയെ കുറിച്ചാണ്. കറുത്ത പുള്ളി എന്താണ്, അതിന്റെ ഭംഗിയാണോ, അത് അലങ്കാരമാണോ, അത് ആ പേപ്പറിനെ കറുത്ത പുള്ളി. പേപ്പർ പരിശോധിച്ചിട്ട് അയാൾ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് തന്ന പേപ്പറിന്റെ 99% വെളുത്തതായിരുന്നു, അതിനെക്കുറിച്ച് ആർക്കും ഒരു വർത്താനം ഇല്ല. ആ 1% കറുത്തത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. മക്കളുടെ വിഷയത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. 9 A+ വാങ്ങി ഒരെണ്ണം A ആകുമ്പോൾ മക്കളോട് ചോദിക്കുന്നത് എവിടെ പോകണം നിന്റെ മറ്റേ വിഷയത്തിന്റെ A+ എന്നാണ്. റസൂലിന്റെ രീതി അങ്ങനെ ആയിരുന്നില്ല. ഒരു കൊച്ചുകുട്ടി ഒരു തത്തയും, നുമൈർ എന്ന് പറയുന്ന കുട്ടി ഒരു തത്തയുമായിട്ട് തത്ത ചാലിക്കുമ്പോൾ റസൂൽ ചോദിക്കുന്നുണ്ട്, ഇതിന്റെ കുട്ടി തത്തയാണ്, ആ തത്തയെ നീ നന്നായി വളർത്തും, ഈ വിശക്കുമ്പോ ഞാൻ ഇഷ്ടപ്പെട്ട് ചുറ്റി കൊടുക്കും. യാ നുമൈർ മാഫാലൻ എന്ന ഹദീസിലെ വാക്യം എങ്ങനെയാണ്? എന്നിട്ട് ആ കുട്ടിയോട് അവന്റെ പോസിറ്റീവുകൾ പറയണം. നീ സമർത്ഥനാണ്, നിനക്ക് നല്ല ഉന്നമുണ്ട്, നീ നല്ല കഴിവുള്ളവനാണ്. എന്നിട്ട് റസൂൽ പറയുന്നത് കുട്ടിയെ പക്ഷി മൃഗാദികളെ വളർത്തുമ്പോൾ പാലിക്കുന്ന മര്യാദകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ ഈ 99% വൈറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് 1% നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ ഒരു കുട്ടിയോടും കുറ്റപ്പെടുത്തിയിട്ട് നന്നാക്കാൻ പറ്റില്ല. ഒരു സംശയം വേണ്ടില്ല, കുട്ടികളെ കുറ്റപ്പെടുത്തി നന്നാക്കാൻ കഴിയില്ല. അവരുടെ ഒരു മൊബൈല് മാതാപിതാക്കൾ നമ്മളെപ്പോഴും അനുഭവിക്കുന്ന പ്രശ്നമാണ്. മക്കളെ മൊബൈൽ എടുത്തോണ്ട് പോയി കളയും. മൊബൈൽ എടുക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ കാണാതെ എടുക്കാൻ ശ്രമിക്കും. അതേസമയം നിങ്ങൾ അവനെ തന്നെ വിളിച്ചിട്ട് ഇത് വാപ്പാടെ മൊബൈലാണ്, ഇത് ആരും എടുക്കാതെ നീ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാലോ ആ മറ്റൊരാളെ കൊണ്ട് ആ മൊബൈൽ തൊടിയിപ്പിക്കില്ല, അവനും തൊടില്ല. ആ പറയുന്ന രീതിയുടെ വ്യത്യാസം. അവരുടെ സാധ്യതകളെ നിർത്തിക്കൊണ്ട്, അവരുടെ കഴിവുകളെ നിലനിർത്തിക്കൊണ്ട് അങ്ങനെ പ്രതികരിക്കാൻ ശീലിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഖുർആൻ പറയുന്ന വളരെ കൃത്യമായ ഒരു കാര്യമാണ്. നിങ്ങളൊരു തെറ്റ് തിരുത്തുമ്പോൾ എന്തുകൊണ്ട് അത് തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഇത് നമ്മുടെ ബാധ്യതയാണ്. അപ്പുറത്തെ വീട്ടിലൊരു കുട്ടിയുടെ പാവ എടുത്തുകൊണ്ട് ഇവിടെ വന്നു, അത് തിരിച്ചു കൊണ്ട് കൊടുക്കണ എന്ന് നമുക്ക് പറയാം. പക്ഷെ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് അതെന്തുകൊണ്ടാണ് എന്നോട് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറയുന്നത്? ഇത് മോനിത് നിന്റെതല്ല, നമ്മുടേതല്ലാത്തൊരു ഹക്കും നമുക്ക് എടുക്കാൻ അവകാശമില്ല, അല്ലെങ്കിൽ അവരുടെ അനുവാദം വേണം. എന്താണ് അവൻ ചെയ്ത തെറ്റ് എന്ന് അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുവേ മാത്രമേ, അല്ലെങ്കിൽ അവളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ തിരുത്താൻ പാടുള്ളൂ എന്നതാണ്. മൂന്നാമത്തതും അവസാനത്തുമായ ആ വിഷയത്തിൽ പറഞ്ഞ അവസാനത്തെ കാര്യം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളതിന് മാതൃകയാണ്. മക്കളോട് നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിങ്ങൾ എല്ലാവരും കൂടെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വാപ്പയും ഉമ്മ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, മനല്ലേ വാപ്പയും ഉമ്മ നിസ്കരിക്കാൻ പോകണോട്ടാ, ഇപ്പൊ സ്വർഗം വേണോ, നീ ഇങ്ങനെ വന്നോ എന്ന് ചോദിച്ചാൽ പോരും. അതല്ല നമ്മളവിടെ ഇരുന്നോണ്ട് ഇത് പോയി നിസ്കരിക്കണമെന്ന് പറഞ്ഞാലോ. അതുകൊണ്ടാണ് ചില സമയത്ത് ഉമ്മമാര് നിസ്കരിക്കാൻ, ഉമ്മ നിസ്കരിക്കാത്ത തിരിച്ചു. എന്നോട് നിസ്കരിക്കാൻ പറഞ്ഞു, ഉമ്മ നിസ്കരിക്കാൻ പറ്റാത്തത്. ഞാൻ പറഞ്ഞില്ല 7 മുതൽ 14 വയസ്സ് വരെ ഈ പറയുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞ ഘട്ടമാണ്. അപ്പൊ നമ്മൾ ആവശ്യത്തെ മാതൃകയാണ്. നമ്മൾ കാണിക്കുന്നത് വലിയൊരു അബദ്ധമാണ്. നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്ത് വന്ന് ക്ഷീണിച്ച് കിടക്കായിരിക്കും. അപ്പൊ മക്കളോട് പറയും, ബാപ്പ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ബാപ്പ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കണം, ആര് വന്നാലും ബാപ്പ ഇല്ല എന്ന് പറഞ്ഞേക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ, കുട്ടി ആര് വന്നാലും ബാപ്പ ഇല്ല എന്ന് പറയുന്ന വിചാരിക്കും. പക്ഷെ കുട്ടിക്ക് അതുകൂടെ കിട്ടുന്ന വിവരം എന്താ? ബാപ്പ ഇവിടെ ഉണ്ടായിരിക്കെ ആ ബാപ്പ ഇവിടെ ഇല്ല എന്ന നുണ പറയണം. അങ്ങനെ നുണ പറയാൽ എനിക്ക് അനുവദനീയമാണ് എന്നാണ് കുട്ടിക്ക് കൊടുക്കുന്ന ശീലം. ഇത് വളരെ പ്രധാനമാണ്. അപ്പോ നമ്മൾ മാതൃകകളാകുക എന്നതാണ് മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ അവർക്ക് ശിക്ഷണശീലങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മൂന്നാമത്തെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.